ഫ്രെയിമിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇത് DIY ഫ്രെയിമിംഗ് ആണ്, നമ്മൾ പ്രൊഫഷണലി ഫ്രെയിം ചെയ്യുന്ന രീതിയൊന്നുമല്ല. അതിന് മെറ്റീരിയൽ വേറെയാണ്, നിങ്ങൾക്ക് മെത്തേഡ് വേണമെങ്കിൽ ഇത് തന്നെ എടുക്കാം, ദാറ്റ് ഇസ് ഫൈൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് അന്ന് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ മൗണ്ടിങ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് അതിനെ വാളിലേക്ക് ഒട്ടിച്ചത്. അപ്പോൾ ഇത് ഒട്ടിക്കല്ലാതെ നമ്മൾ നോർമലി ഹാങ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്നായിരുന്നു എന്നോട് ചോദിച്ച ഡൗട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ മെത്തേഡായിട്ടാണ് വരുന്നത്. നമുക്ക് ഫ്രെയിം ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യാം, പക്ഷേ വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ചാനൽ ഒരുപാടധികം വാട്ടർ കളർ പെയിൻറ്റിങ്, ആക്രിലിക് പെയിൻറ്റിങ്, പോസ്റ്റർ കളർ പെയിൻറ്റിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ മറ്റേ 2 പെയിൻറ്റിങ്ങിൽ കുറേ അധികം ട്യൂട്ടോറിയൽസും ബേസിക് വീഡിയോസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ മെത്തേഡിനെ പറ്റിയിട്ടും എല്ലാ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ കാണാം. അപ്പം വീഡിയോ കാണാം. ഇതാണ് ഫ്രെയിമിൻ്റെ സെക്ഷനിൽ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. DIY പോലെ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയ ഫ്രെയിമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഫോൾ സീലിംഗ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് അതെന്താണ് സാധനം, അത് എവിടെയാണ് കിട്ടുക എന്നൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഈ സീലിംഗ് ഇല്ലേ, സീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. PVC പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ് സീലിങ്ങിന് വേണ്ടിയിട്ട്. അത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇപ്പോൾ ആ റൂമിൻ്റെ എൻ്റെ ആർട്ട് സ്റ്റുഡിയോ കോർണറാണ്. അപ്പം അതിൻ്റെ ആ ഒരു ലെങ്ത്തിൽ, ആ ഫുൾ ലെങ്ത്തിൽ ഒറ്റ ഷീറ്റ് പോലെയാണ് അതുള്ളത്. പക്ഷേ അതിൻ്റെ വിഡ്ത്ത് കുറവാണ്. വിഡ്ത്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 30 സെൻറ്റിമീറ്ററോ അങ്ങനെ അതിന് കുറവായിട്ടെന്തോ ഉള്ളൂ. അപ്പോൾ ഈ മെറ്റീരിയലാണ് ഞാൻ ഫ്രെയിമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് കിട്ടാന്ന്, ഈ മെറ്റീരിയൽ എവിടെ കിട്ടാന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. ഇതിപ്പോൾ നോർമലി ഇത് എന്താ പറയുക, ഈ ഫോൾ സീലിംഗ് ചെയ്യുന്ന കടയിൽ ഉണ്ടാവേണ്ടതാണ്. അതിന് പീസായിട്ട് തരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഇവിടെ ബാക്കി വന്ന പീസ് എടുത്തിട്ടാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ എന്നോട് ആരോ കുറച്ച് പേര് ഇത് ഇട്ടപ്പോൾ പറഞ്ഞു ഞങ്ങളെ വീട്ടിലുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇല്ലാത്തവർ ഇത് കിട്ടുമോ എന്നുള്ളത് ഷോപ്പിൽ അന്വേഷിച്ച് നോക്കുക കേട്ടോ. ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിവിടെ ഓൾറെഡി ബാക്കിയുള്ള പീസ് അതിനെ കൊണ്ട് ഇതിനെ കുറേ മുന്നേ ചെയ്തതിൻ്റെ ബാക്കി പീസ്, അപ്പം കറക്റ്റ് റേറ്റും എനിക്കറിയില്ല. പിന്നെ നമ്മൾ ചെയ്ത ഫ്രെയിം ഈ മെറ്റീരിയൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് ഒരു ഫ്രെയിം ചെയ്തിരുന്നു. പക്ഷേ ഇത് ഗ്ലാസ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ പോലൊരു മെറ്റീരിയൽ വെച്ചിട്ട് ഗ്ലാസ് പോലെ ഒക്കെ ആക്കിയിട്ടാണ് നമ്മളത് ഫ്രെയിം ചെയ്തത്. അപ്പോൾ ഇങ്ങനെ 2 വീഡിയോസാണ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഫ്രെയിം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ പഴയ വീഡിയോ പോയി കണ്ടു നോക്കുക. അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തത്, അതിൽ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേനകത്ത് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൗണ്ടിങ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷൻ ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് മുറിക്കുന്നത്, ഏത് സൈസിലാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഓരോ കോർണർ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. പിന്നെ എനിക്ക് വേറെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്രെയിം ചെയ്തത് നമ്മളെ ഷുഗർ അല്ലെങ്കിൽ ബക്കറം പേപ്പർ അല്ലെങ്കിൽ ആ ക്ലോത്ത്, ആ മെറ്റീരിയലാണ് നമ്മൾ ഫ്രെയിം ചെയ്തത്. പിന്നത്തെ പ്രാവശ്യം നമ്മൾ ഫ്രെയിം ചെയ്തത് പേപ്പറാണ്. ഈ പ്രാവശ്യം നമ്മൾ ഫ്രെയിം ചെയ്യാൻ പോകുന്നത് ക്യാൻവാസ് പേപ്പറാണ്. അപ്പോൾ അതെങ്ങനെ ഫ്രെയിം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, ഇതിന് തീരെ കട്ടിയില്ലല്ലോ, നോർമൽ പേപ്പർ പോലെയാണ്, ഭയങ്കര കുഴഞ്ഞും കൊണ്ടൊരു മെറ്റീരിയലാണ്. അപ്പം ഇത് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ നോർമൽ പേപ്പർ A4 ഷീറ്റിൻ്റെ ലാർജർ സൈസ്, അത് A2 സൈസ് പേപ്പറിനകത്ത് ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷം അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധാ ഫെവിക്കോൾ യൂസ് ചെയ്ത് നമ്മൾ പാലറ്റ് നൈഫ് യൂസ് ചെയ്ത് ജസ്റ്റ് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ കാർഡ്ബോർഡ് കൊണ്ടൊക്കെ ചെയ്തപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കാർഡ്ബോർഡ് ഇല്ല, എങ്ങനത്തെയാണ് വേണ്ടത്, കുറേ പേർക്ക് ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം പേപ്പർ, നോർമൽ പേപ്പർ, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ യൂസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർഡ്ബോർഡ് യൂസ് ചെയ്യുക. അപ്പം നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, നല്ല സ്ട്രോങ് ആയിരിക്കും, കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. ഇത് എനിക്ക് സ്ട്രെങ്ത് കുറവൊന്നും തോന്നിയില്ല, അധികം വെയിറ്റ് ഇല്ലാത്തതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും. പക്ഷെ മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയി നിൽക്കും. ഇനി നമ്മൾ ഫ്രെയിം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ ആ വീഡിയോ പോയി കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് അത് വെച്ച് നോക്കുകയാണ്. ഇതും ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നോർമൽ നമ്മളെ സാധാ ഫെവിക്കോളിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഞാൻ നോർമൽ ഫെവിക്കോൾ, എല്ലാവരുടെ കയ്യിലും ഗ്ലൂ ഗണ്ണിനെക്കാട്ട് ഫെവിക്കോൾ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നോർമൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്.
അപ്പോൾ ഇത് കറക്റ്റ് ആ കോർണറൊക്കെ കറക്റ്റ് വെട്ടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഗ്ലൂ തേക്കുമ്പോൾ കറക്റ്റ് സ്മൂത്തായിട്ട് ഈവൻലി തേക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് സ്ഥലത്ത് അവിടെയും ഇവിടെയും പുറത്തൊന്നായി പോകണ്ട. പെയിൻറ്റിങ്ങിൻ്റെ മുകളിലേക്ക് ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഫ്രെയിം ചെയ്യുന്നതിന് മുന്നേ വാർണിഷ് അടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ വാർണിഷ് അടിച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് ഫ്രെയിം ചെയ്യുക. അപ്പോൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇപ്പം ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിത് വാൾമേലേക്ക് ഹാങ് ചെയ്യണം. ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് മൗണ്ടിങ് ടേപ്പ് അല്ലാതെ എന്ത് ഓപ്ഷനാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നമ്മൾ ആ ഒരു ഷീറ്റ് ഒട്ടിച്ചതിനും കൂടെ നല്ല നീറ്റായിട്ടാണ് സംഭവം ഉള്ളത്. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ട് ഇതിന് ഭയങ്കര ചെറിയ തിക്നെസ് ആണുള്ളത് നമ്മൾ ഈ ഫോൾ സീലിംഗ് മെറ്റീരിയലിന്. അപ്പോൾ കുറച്ചും കൂടി തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതേ മെറ്റീരിയലിൻ്റെ തന്നെ ജസ്റ്റ് ബാക്കി വന്ന 2 പീസ് എടുത്തതാട്ടോ. അതേ ലെവൽ ഒരേപോലെ പീസ് പോലെ മുറിച്ചിട്ട് ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് അത് മുറിച്ചെടുത്തതാണ്. എന്നിട്ട് അത് ഇതിൻ്റെ സെൻറ്ററായിട്ട് മുകളിലും താഴെയും വെക്കുകയാണ്. കാരണം മുകളിൽ മാത്രമാണ് നമ്മൾ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൂക്കിയിടുമ്പം താഴെ ഇങ്ങനെ ആടിക്കളിക്കുന്ന പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് 2 സൈഡിലും മുകളിലും താഴെയും ഒക്കെ ഫെവിക്കോൾ യൂസ് ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക. പേപ്പറിൻ്റെ മുകളിൽ കൊണ്ട് ഫെവിക്കോളിനൊന്നും ഒട്ടുന്നതിന് വലിയ ഇതുണ്ടാവില്ല. ഈ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് അത്ര സ്മൂത്ത് അല്ല. അപ്പോൾ ആ സ്മൂത്ത് അല്ലാത്ത സൈഡ് പേപ്പറിന് ഫേസ് ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ 2 ഒട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈ കംപ്ലീറ്റ് ഫ്രെയിമിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ഓട്ട ഉണ്ടാക്കാൻ വേണ്ടി പിയേഴ്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെറിയ സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത് ഓട്ടയാക്കാൻ വേണ്ടിയിട്ട്. ഇത് അത്ര ഭയങ്കര സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് നമ്മളിതുകൊണ്ട് തന്നെ കുറച്ച് തിരിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടയാവും നമ്മൾ ഈ മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ ഈ ഓട്ടയാക്കുമ്പം നിങ്ങൾക്ക് എത്ര ആണി അടിച്ചിട്ട് എത്ര ഡെപ്തിലേക്കാണുള്ളത് എന്നുള്ളൊരു ഐഡിയ ഏകദേശം ഉണ്ടാവില്ല. നമ്മളാണല്ലോ ആണി അടിക്കുന്നത്. അപ്പോൾ ആണിക്ക് എത്ര ഡെപ്ത് വേണമെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഓട്ടേൻ്റെ ആ ഡെപ്ത് കൂട്ടണം. നിങ്ങൾക്ക് ഇനിയും കൂട്ടണമെങ്കിൽ ഒരു കഷ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ കൂട്ടും. പക്ഷെ അധികം കൂട്ടണ്ട. നിങ്ങൾ ആണി മാക്സിമം ഉള്ളിലോട്ടാക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ ഒരു ഡെപ്തിൽ ഇതിൻ്റെ ഫ്രെയിമിനകത്തേക്ക് ഓട്ടയാക്കണ്ട. ഓട്ടയാക്കിയിട്ട് മുന്നോട്ടായി പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഓട്ടേൻ്റെ സൈസ് നമ്മളെ ഈ ആണീൻ്റെ സൈസ് എത്രയാണ്, ചിലർ ഇവിടെയൊക്കെ വലിയ ആണിയല്ല. അപ്പം ആ വലിയ ആണിയാണെങ്കിൽ ആ വലുതിനനുസരിച്ചിട്ടുള്ള ഓട്ട ഉണ്ടാക്കുക. ചെറുതാണെങ്കിൽ ഈ മുള്ളാണി പോലത്തെ ആണിയാണെന്നുണ്ടെങ്കിൽ ചെറുതുണ്ടാക്കുക കേട്ടോ. അപ്പം നമുക്ക് ഏത് സൈസിലാണ് ഇത് തൂക്കി ഇടേണ്ടത് അല്ലെങ്കിൽ വെക്കേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ഓട്ടയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പം നമ്മളെ ഫ്രെയിം ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്രെയിമാണ്. അത് ഞാൻ ഓൾറെഡി അവിടെ തൂക്കിയിട്ടുണ്ട്. പിന്നെ അത് അപ്പുറത്ത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയതാണ്. നടുവുള്ളത് വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ പുതിയ ഫ്രെയിം ഞാൻ ഓൾറെഡി തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും പുതിയ ഫ്രെയിമിംഗ് ഐഡിയാസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ വീഡിയോ ഉണ്ടാക്കി ഇടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.